ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പതിവ് പോലെ ഇന്ന് ഞായറാഴ്ചയാണ്. ഉച്ചയൂണിൻ്റെ റെസിപ്പിയുമായി ഞങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും ചിക്കനോ ബീഫോ ഒക്കെയാണ് ഞങ്ങൾ വാങ്ങാറ്. ഈ ആഴ്ച ഞങ്ങൾ വാങ്ങിയത് ഫിഷാണ്. അതുകൊണ്ട് തന്നെ ഫിഷിൻ്റെ റെസിപ്പിയാണ് ഈ ആഴ്ച കാണിക്കുന്നത്. അപ്പോൾ ചൂരമീനാണ് കിട്ടിയത്. കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേ തന്നെ വെട്ടി വൃത്തിയാക്കിയാണ് കൊണ്ടുവന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് മീൻകറി വയ്ക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. എല്ലാവർക്കും മീൻകറിയൊക്കെ വെക്കാൻ അറിയാം, എന്നാലും ഒന്ന് പറയാം. ചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്ക് ഒരു നുള്ളു ഉലുവയിട്ട് പൊട്ടിച്ചു. ഉലുവയൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച് ചേർത്തു. അതും ഒന്ന് വഴറ്റി അതിലേക്ക് 2 പച്ചമുളകും ചേർത്ത് കൊടുത്തായിരുന്നു. അതും ഒന്ന് വഴഞ്ഞ് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇത്തിരി ഉലുവാപ്പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിച്ച് മൂപ്പിച്ചെടുത്തു. മൂത്തതിലേക്ക് നമ്മൾ വടക്കംപുളിയാണ് ചേർത്തത്. വടക്കംപുളി നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ മീൻകറിക്ക് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറി നന്നായി വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കും. മീനൊന്ന് നന്നായി വെട്ടി തിളച്ചപ്പോഴത്തേക്ക് നമുക്കിനി സിമ്മിലാക്കി വയ്ക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കിയിട്ട് കൊടുത്ത് തലയും ഉണ്ട് കഷ്ണങ്ങളും ഉണ്ട്. കുറച്ച് ഞാൻ പീസ് മാറ്റി വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മീൻ പീസുകളും അതിലേക്ക് വാരിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വേവിക്കാം. അതിനുശേഷം നമുക്ക് സിമ്മാക്കി വയ്ക്കാം. സിമ്മാക്കി വെച്ചാൽ മാത്രമേ നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടും. അപ്പോൾ ചൂരമീനാണ്, അതുകൊണ്ട് തന്നെ അറിയാമല്ലോ ഇത്തിരി വേവുണ്ട്, ഹാർഡാണ് മാംസം. അപ്പോൾ ഇത്തിരി നേരം നമ്മൾ ചെറുതീയിൽ നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്, ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി ഇടയ്ക്ക് നമുക്ക് തിളയ്ക്കുമ്പോൾ നമുക്ക് നോക്കാം ഉപ്പും പുളിയൊക്കെ ഉണ്ടെങ്കിൽ. ഇനി ഇല്ലെങ്കിൽ കുറച്ച് ചേർത്ത് കുടിക്കുകയൊക്കെ ചെയ്യാം. കറിയുടെയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്ത്. വീട്ടിൽ കറിവേപ്പില ഉള്ളത് കൊണ്ട് തന്നെ ഏത് കറി എടുത്താലും കറിവേപ്പില മാത്രമേ കാണാറുള്ളൂ. അപ്പം കുറച്ച് നേരം നമ്മൾ ചെറുതീയിൽ വെച്ച് നമ്മുടെ മീൻ കറിയൊക്കെ തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ചൂരമീനൊക്കെ ഇരുന്ന് നാളെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. ചൂടോടെ ഇന്ന് കഴിക്കുന്ന ടേസ്റ്റ് കാണത്തില്ല. നാളെ നമ്മൾ ഈ കറിയെടുത്ത് ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് മീൻകറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഞാൻ സിമ്മിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് നോക്കിയാലോ. ആദ്യമേ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തു. ഒരുപാട് പൊടികളൊന്നും ചേർത്തില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ലേശം ഉപ്പ്. ഞാൻ ഇത്തിരി വിനാഗിരിയിലാണ് അത് മിക്സ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലോ നാരങ്ങ നീരിലോ ഒക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാനിത്തിരി വിനാഗിരിയാണ് ചേർത്തത്. അപ്പോൾ അതിൽ നമ്മൾ നന്നായി പുരട്ടി കുറച്ച് നേരം നമുക്ക് മാറ്റി വയ്ക്കാം. ഇത്തിരി കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായി കുറച്ച് നേരം യോജിപ്പിച്ച് മാറ്റി വെച്ചു. ഇനി നമുക്കത് വറുത്തെടുക്കാം. ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത്. കറിവേപ്പിലയൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് മീൻ്റെ കഷ്ണങ്ങൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രൈ ചെയ്തെടുക്കാം. വലിയ തീ കൂട്ടി വെക്കേണ്ട, ചെറുതീയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്നങ്ങ് മൂത്ത് പോകും, മാംസം വേവില്ല. കഷ്ണത്തിന് ഇത്തിരി കനമുള്ള മാംസമായതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കണം. ഒരു സൈഡ് മൂത്തപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ട് ഇത്തിരി അലങ്കാര പണിക്ക് ഇത്തിരി സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഒരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും മോരുകറി ഉണ്ടാക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഞാൻ തക്കാളിയാണ് മോരുകറിയിലേക്ക് ചേർത്തത്. ഒരു തക്കാളിയും പച്ചമുളകും ഇത്തിരി വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് നന്നായി വേവിച്ചെടുത്ത് വെന്തതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇനി അതിന് വേണ്ട അരപ്പ് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, ഇത്തിരി ഒരു കഷ്ണം വെളുത്തുള്ളി എന്നിവ നന്നായി അരച്ച് പേസ്റ്റാക്കി അതിലേക്ക് ആവശ്യമുള്ള തൈരും ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ തക്കാളിയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ കടുക് വറുത്ത് ചേർത്താൽ മാത്രം മതി. ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. സ്വാദിഷ്ടമായ മോര് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ചെയ്ത് നോക്കാത്തവർ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നതൊരു മെഴുക്കുവരട്ടിയാണ്, അല്ലെ തോരൻ എന്നൊക്കെ പറയാം. ആദ്യമായിട്ടുണ്ടാക്കുകയാണ് അത്. പാവയ്ക്കയും ക്യാരറ്റും തമ്മിലാണ് തോരൻ ഉണ്ടാക്കുന്നത്. ചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടാക്കി അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പാവയ്ക്കയും ക്യാരറ്റും ഒരു സവാളയും 2 പച്ചമുളകും അതും ഇട്ട് കൊടുത്ത് ആവശ്യമുള്ള കറിവേപ്പിലയും ഉപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ചെറുതീയിൽ അടച്ചു വെച്ച് ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. നന്നായി
വേവിച്ചതിന് ശേഷം വെള്ളമൊന്നും ചേർത്തില്ല. ആവിയിൽ തന്നെ ആ എണ്ണയിലും ആവിയിലും തന്നെ അത് വെന്ത് കിട്ടി. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും ചേർത്ത് കൊടുത്തു. അപ്പം നമ്മുടെ ക്യാരറ്റ് പാവയ്ക്ക തോരനും ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിനുള്ള വിഭവങ്ങളെല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ പാത്രത്തിലേക്ക് നല്ല ചൂട് ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇന്നലത്തെ കുറച്ച് കപ്പയുണ്ടായിരുന്നു, അതും വിളമ്പിയിട്ടുണ്ട്. മീൻകറിയും മോരുകറിയും ഫിഷ് ഫ്രൈയും ക്യാരറ്റ് പാവയ്ക്ക തോരനും എല്ലാം വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. താങ്ക് യു. ഇനി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം.